ഹായ് ഹലോ, എല്ലാവർക്കും ഷെമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കട്ട വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് കമൻറ്റ് അയച്ചും മെസ്സേജ് അയച്ചും ഒക്കെ വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അധികം താമസിക്കാതെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുഖമൊക്കെ ഇപ്പോഴത്തെ ഈ ചൂട് കാലമായിട്ട് ചൂടും അതുപോലെ തന്നെ കരുവാളിപ്പും വെയിൽ കൊണ്ടിട്ടുള്ള ഒരു ടാനും ഇതെല്ലാം മാറി കിട്ടാനും മുഖത്തിന് മുഖക്കുരു വന്നിട്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു പരിഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനുള്ള പ്രതിവിധി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ പറമ്പിലും മുറ്റത്തും ഒക്കെ ഉണ്ടാവും തുളസി. നല്ല കരിന്തുളസി ഇലയുണ്ടെങ്കിലും അതും അതുപോലെ തന്നെ നമ്മുടെ പനിക്കുറുക്ക ഉണ്ടല്ലോ, വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ചും പറയണ്ട, പനിക്കുറുക്ക ഉണ്ടാവും. നമുക്ക് പനിക്കുറുക്കയിൽ നിന്നും കുറച്ച് ഒരു പിടി ഇല, അതുപോലെ തന്നെ ഒരു പിടി തുളസി ഇലയും, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ഇന്ന് എവിടെ നോക്കിയാലും ഇന്ന് കസ്തൂരി മഞ്ഞൾ എല്ലാ വീടുകളിലും സ്റ്റോക്ക് ഉണ്ടാകും. കാരണം എല്ലാവരും സൗന്ദര്യബോധം നല്ലപോലെ വന്നിരിക്കുന്ന ആൾക്കാരാണിപ്പോൾ. അപ്പം നമുക്ക് നമ്മുടെ ഇലയെന്ന് പറിച്ചു കൊണ്ടുവന്ന പനിക്കുറുക്കയുടെ ഇലയും അതുപോലെ തുളസി ഇലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് നല്ലപോലെ പൊടി മുറ്റത്തൊക്കെ നിന്നേ ആയതുകൊണ്ട് അതിൽ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ 2 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് വലിയ കട്ടിയുള്ള തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് നമുക്കതൊന്ന് ഇലകളൊക്കെ ഒന്ന് പൊഴിച്ചെടുക്കാം. ഇത് ഉണക്കി പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം വെള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാതെ സോപ്പ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ കഴിയുന്നത് നമ്മൾ തുളസി ഇലയും പനിക്കുറുക്കയുടെ ഇലയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ തണലത്തിട്ട് ഉണക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് മില്ലിൽ ഒരുപാട് ഇലയൊക്കെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുക. അതല്ലെങ്കിൽ വീട്ടിലെ മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ച് വെച്ചിരുന്നാൽ മതി. ഇവിടെ ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പിടി പനിക്കുറുക്കയുടെ ഇലയും ഒരു പിടി തുളസി ഇലയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് തുളസിയുടെ പിടിക്കണക്കല്ല നമ്മൾ എടുക്കുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ എടുക്കുന്ന സോപ്പ് ബേസിനെ അപേക്ഷിച്ച് അതിന് എത്ര ഗ്രാം വേണോ ജ്യൂസ് അതനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുക. അപ്പം നമുക്ക് ഇതിനൊരു ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരിക. അപ്പം ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ഈ ഒരു ജാറിൽ നമുക്ക് വെള്ളമില്ലാതെ അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടാണ് കിട്ടുക. അപ്പോൾ തരിതരിയായിട്ടുണ്ടാവും. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ ഞാനത് അരിച്ച് അതിലെ നീര് മാത്രം എടുക്കുകയാണ്. കാരണം നമുക്കിങ്ങനെ ഒഴിക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആവും. നമ്മൾ എടുക്കുന്ന സോപ്പ് ബേസുമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ജ്യൂസ് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും വേണ്ട. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ച് ഇതിൻ്റെ ആ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഈ പനിക്കുറുക്കയുടെ ഇലയെന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതും തുളസി ഇലയും കൂടി ഇട്ട് അരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ജ്യൂസായിട്ട് കിട്ടും. നമുക്ക് എപ്പോഴും പറയും പോലെ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് കാണിച്ചു തരാനാണ് ഞാൻ പോകുന്നത്. നമ്മൾ എത്ര സോപ്പ് ബേസ് എടുക്കുന്നതെന്നല്ലേ നോക്കാം. നമ്മളിന്ന് ഇവിടെ എടുക്കുന്നത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ്. അപ്പോൾ നമുക്ക് ഒരു 1/2 കിലോ സോപ്പ് ബേസാണ് എടുക്കുന്നത്. 500 ഗ്രാം എടുക്കുമ്പോൾ അതിന് എത്ര ജ്യൂസ് വേണമെന്നൊക്കെയുള്ള കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 500 ഗ്രാം സോപ്പ് ബേസ് നമുക്കൊന്ന് മെഷർമെൻറ്റ് കറക്റ്റാക്കി നോക്കിയെടുക്കാം. ശേഷം നമുക്ക് 500 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആട്ടിൻപാലിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ആട്ടിൻപാലിനും. അപ്പോൾ ആ ഒരു ആട്ടിൻപാൽ സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ തിളച്ച് കിടക്കുന്ന വെള്ളത്തിനകത്തേക്ക് നമ്മുടെ സോപ്പ് ബേസ് വെക്കുകയാണ്. ഇനി അതൊന്ന് മെൽറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സോപ്പിനേക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസ് കറക്റ്റ് അളവിൽ നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ, ഒരു 35 ഗ്രാമോളം എടുക്കുന്നുള്ളൂ ജ്യൂസ്. കറക്റ്റ് 35 ഗ്രാം ജ്യൂസിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കാരണം കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ തുളസി നീരും പനിക്കുറുക്ക നീരും ഒക്കെ ആയിട്ട് ചാലിച്ച് നമ്മൾ മുഖത്തൊന്ന് പുരട്ടി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഫ്രഷ് വെള്ളത്തിൽ അതുപോലെ തന്നെ ഒന്ന് കഴുകി നോക്കിയാട്ടെ എന്ത് മാറ്റം ഉണ്ടാവുമെന്നറിയാം. പഴക്കം ചെന്ന ഒരുപാട് കാലം പഴക്കം ചെന്ന കറുത്ത പാടുകൾ വരെ മാറാൻ ഈ ഒരു കൂട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മില്ലിലാട്ടി കൊണ്ടുവന്ന വെളിച്ചെണ്ണയും കൂടാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഈ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി റിസൾട്ട് ചെയ്യുന്ന സോപ്പാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇതിപ്പം നിങ്ങൾ ഈ കണ്ട ഇതേ സെയിം കൂട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കാതെ തന്നെ നമ്മുടെ മുഖത്തേക്ക് ഫേഷ്യൽ പോലെ ഇട്ടുകൊടുത്ത് ഒരു ഫേസ് പാക്കായിട്ട് ഇട്ടുകൊടുത്ത് ഒരു 1/2 മണിക്കൂറിന് ശേഷം കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നിങ്ങളുടെ മുഖത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും.
അതുപോലെ തന്നെ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് മുഖം ഒന്ന് കഴുകിയിട്ട് ഈ ഒരു സോപ്പ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റോളം നമ്മുടെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് കുളിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ആ റിസൾട്ട് തനിയെ മനസ്സിലായി കിട്ടും. കാരണം ആ മുഖത്തിൻ്റെ കരുവാളിപ്പും മുഖക്കുരു വരാനുള്ള ആ ഒരു ടെൻഡൻസി, അങ്ങനെയൊക്കെ മുഖക്കുരു ഉണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ കറുത്ത പാടുകൾ, കുറേ കാലം കൊണ്ടുള്ള മുഖത്തിൻ്റെ കറുത്ത പാടുകൾ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറി കിട്ടാൻ ഈ ഒരു സോപ്പ് ധാരാളമാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ സോപ്പല്ല, കസ്തൂരി മഞ്ഞളിൻ്റെയും പനിക്കുറുക്കയും തുളസിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഒഴിക്കണം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയും പനിക്കുറുക്കയും എല്ലാം കൂടി 55 ഗ്രാമാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് വെയിറ്റ് കേട്ടോ. നമ്മുടെ ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഈ സോപ്പ് ബേസിലേക്ക് ഒഴിച്ചു കൊടുത്ത ഈ ഒരു ജ്യൂസ് മൊത്തത്തിൽ വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞളും നമ്മുടെ ജ്യൂസും എല്ലാം കൂടി 55 ഗ്രാമാണ് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്. കൂടിപ്പോയി കഴിഞ്ഞാൽ സോപ്പിന് കട്ടി കിട്ടത്തില്ല, ഉറപ്പ് കിട്ടത്തില്ല, പെട്ടെന്ന് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കയ്യിലിങ്ങനെ ഒട്ടവും ചിലപ്പോൾ പൂപ്പല് കാരണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എടുക്കുന്ന സോപ്പിന് ബേസിനനുസരിച്ചിരിക്കണം നമ്മുടെ മെഷർമെൻറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ജ്യൂസ് എന്ന് പറയുന്ന സംഭവം 35 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് പൗഡറും ഓയിലുമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റം ചേർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ച് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒരു 10-15 തുള്ളിക്കുള്ളിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മോൾഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ്. വന്നപ്പോൾ തന്നെ ഒരുപാട് കസ്റ്റമർ ഓർഡർ തന്ന് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് വെച്ചാൽ 75 ഗ്രാമിൻ്റെ ആയിരുന്നു പിയേഴ്സിൻ്റെ മോൾഡ്. 100 ഗ്രാമിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എൻക്വയറി നടത്തിയ ഒരു മോൾഡായിരുന്നു 100 ഗ്രാമിൻ്റെ പിയേഴ്സിൻ്റെ സോപ്പ് ബേസ് ഈ മോൾഡ്. പിന്നെ അതുപോലെ തന്നെ സോപ്പ് ബേസ്, ഫ്രാഗ്രൻസുകൾ, വൈറ്റമിൻ ഇ, വെജിറ്റബിൾ ഗ്ലിസറിൻ ഒക്കെ അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. 3 മണിക്കൂറിന് ശേഷം നമ്മൾ എപ്പോഴും പറയും നമ്മുടെ സോപ്പ് ഒഴിച്ച് 1 മണിക്കൂർ കൊണ്ട് സെറ്റ് ആവും. പക്ഷേ എന്നാലും നമ്മൾ എടുക്കാൻ പാടില്ല. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോപ്പ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അടിപൊളി കട്ടിയിലാണ് സോപ്പ് കിട്ടിയിരിക്കുന്നത്. നോക്കിയാട്ടെ, ആ ഒരു കളറ് തന്നെ നോക്കിയാട്ടെ, എന്ത് ഫ്രഷ് ആയിട്ടുള്ള സോപ്പാണ് നമുക്ക് കിട്ടിയെന്നറിയാവോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ സോപ്പ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ അടുത്ത് ശംഖുപുഷ്പത്തിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. സോപ്പ്, ഫേസ് വാഷ്, ഫേസ് ക്രീം, പിന്നെ ലിപ് ബാം, ഷാമ്പു, അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാർക്ക് കോൺടാക്ട് വാങ്ങിയ നിങ്ങളുടെ എല്ലാം റിവ്യൂ നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. ഓരോ ദിവസവും വാങ്ങിയവർ തന്നെ വീണ്ടും നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് അറിയുമ്പോഴുള്ള സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് ആണല്ലോ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ വാങ്ങാനും പിന്നെയും താല്പര്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. ഇതിൽ മറ്റൊരു മായവും ചേർക്കുന്നില്ല. അപ്പം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഗാനിക് പ്രോഡക്റ്റുകളാണ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുക്കുക. ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.